Hello friends, welcome to Riya's Kitchen Vibes. സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ ബീട്രൂട്ട് പച്ചടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ട് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നതാണ് എളുപ്പം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും വേവിച്ചെടുക്കാം. കുക്കർ വേവിക്കുവാണെങ്കിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും. ഇനി ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാൻ വെച്ച് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും. ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. ഇഞ്ചി വളരെ ചെറുത് മതിയേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു നല്ല ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപയോഗിക്കാം. തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്നൊരു വിഭവമാണ് പച്ചടി. അതുകൊണ്ട് നേരത്തെയൊക്കെ തന്നെ തയ്യാറാക്കി വെക്കുക. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കളറൊക്കെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.